എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ന്യൂസുകൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിനും ഒരിതില്ല. വയനാട്ടിൽ നടന്ന സംഭവം ഓരോരുത്തരുടെയും ഭാര്യമാർ, കുഞ്ഞുങ്ങൾ, ഭർത്താക്കൻ, ബന്ധുക്കൾ എല്ലാം കൂടിയിരുന്നൊരു നിമിഷ നേരം കൊണ്ട് പോയെന്നുള്ള എത്ര പേര് വെള്ളത്തിൽ പോയി. ഓരോരുത്തർ പറയുന്നത് അവർ ഉറങ്ങിക്കിടക്കുമായിരുന്നു. നിങ്ങളെല്ലാവരും കാണുന്ന ഞാൻ പറയേണ്ട ആവശ്യമില്ല. കണ്ണ് തുറന്നു സൗണ്ടൊക്കെ കേട്ട് കണ്ണ് തുറന്ന് നോക്കണേ മുറിക്കാൻ മൊത്തം കലക്ക വെള്ളം. ഇതിനെ സഹിക്കാൻ പറ്റുന്നില്ലെന്നുള്ള എങ്ങനെ സഹിക്കും മനുഷ്യർ? സ്വന്തം കുഞ്ഞ് ഒഴുകിപ്പോന്ന കണ്ട്, സ്വന്തം അമ്മ ഒഴുകിപ്പോന്ന കണ്ട് രക്ഷപ്പെട്ടവരുണ്ട്. സത്യം പറഞ്ഞാൽ എന്തുവാ നടക്കുന്നത് അല്ലേ? ഈ കഴിഞ്ഞ മാസമല്ലേ നമ്മളാ കുവൈറ്റിലെ സംഭവം കണ്ടേ? അത് കഴിഞ്ഞിട്ട് അതുപോലെ ദാരുണീയമായ സംഭവമാണ് ഇപ്പം. ഓർക്കാൻ കൂടെ വയ്യെന്നല്ല. ഇപ്പം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമുക്ക് കിടക്കുമ്പോൾ തന്നെ ഏതാണ്ട് തിരുവല്ലയിലൊരു ഫാമിലി നാട്ടിൽ നിന്ന് ചെന്നിട്ട് റൂമിൽ ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ആയി ഇതായിട്ട് മരിച്ച ഫാമിലി. അതൊക്കെ നമുക്കും രാത്രിയിലൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ കാത്തോളണേ. കാരണം എന്തോ എപ്പോഴാണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. ഇപ്പോൾ ഒരു ബിൽഡിങ്ങുകളിൽ താമസിക്കാനും നമുക്ക് പേടിയാണ്. ബിൽഡിങ്ങുകളെന്നല്ല, എവിടെ ആണെങ്കിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം. വരാനുള്ളത് നമ്മൾ ജനിച്ചപ്പോഴേ നമ്മുടെ തലേ ദൈവം എഴുതിയിട്ടുണ്ട്. അങ്ങനെ റീച്ചാൻ ഇപ്പോഴും പറയുന്നത്. എന്തെങ്കിലും നമ്മളിപ്പോൾ പറയുവാണെങ്കിലോ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല എന്തുവാ. പിന്നെ കമൻറ്റ് വന്നായിരുന്നു, ചേച്ചി വയനാട്ടിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ, അല്ലെങ്കിൽ ചേച്ചി വീഡിയോയിൽ പറയുന്നതല്ലേ എന്തോ പറ്റിയെന്ന്. ഇന്നലെ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം ഞാൻ പ്രീസമോൻ്റെ ബർത്ത്ഡേക്ക് മുമ്പിട്ടെടുത്ത വീഡിയോയാണ് അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടല്ലേ അവൻ്റെ അതിട്ടത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഒന്നും അതിൻ്റെ അകത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചതായതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്ത് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഞാൻ അല്ലെങ്കിൽ വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അതിനെപ്പറ്റി പറയാഞ്ഞത്. ഞാൻ ന്യൂസൊക്കെ കാണുന്നുണ്ടായിരുന്നു, അതാ ഇന്നിങ്ങനെ പറഞ്ഞത്. ഇന്നലെ ആ വീഡിയോ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചതായതുകൊണ്ടാണ് കേട്ടോ. സഹിക്കാൻ പറ്റത്തില്ല സത്യം. നമുക്ക് പോയവർ പോയി, ഇനിയുള്ളവർക്കേലും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങളിപ്പം ബോംബെയിലാണ് താമസിക്കുന്നത്, ഇത് നാട്ടിലല്ലേ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നാളെ ഒരു ദിവസം ഇവിടെ അതുപോലെ സംഭവിക്കാം. നമ്മുടെ പ്രശ്നങ്ങളാണ്, നമ്മുടെ ബന്ധുക്കളാണെന്നുള്ള രീതിയിൽ ഏറ്റെടുത്തോണ്ട് പ്രാർത്ഥന അല്ലാതെ ഒന്നും എന്നെയും കൊണ്ട് കഴിയത്തില്ല. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗ് ഇതിനു വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്. അതായത് നമ്മുടെ ബോംബെയിലും ഇങ്ങനെ അവസ്ഥ വരാം, നമ്മൾ അതോർത്ത് പ്രാർത്ഥിക്കണമെന്ന്. എന്തോ ആർക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം സ്വന്തം ആൾക്കാർ അവരുടെ കൺമുമ്പിൽ വെച്ച് പോവുകയെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ലോകം അവസാനിക്കാറായി എന്നൊക്കെ ഉള്ള സൂചനകളായത്. കുഞ്ഞു വീഡിയോ ഇടുന്നത് കാരണം അത് അന്ന് ഞാൻ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഇട്ടില്ലേ, ആ ബർത്ത്ഡേയുടെ ശനിയാഴ്ചത്തെ അന്നത്തെ കുറച്ച് വീഡിയോ എല്ലാം കൂടെ അന്ന് ഞാൻ മൊത്തം ഇട്ടില്ലല്ലേ, ആ ചിക്കൻ കറിയുടെ മാത്രം സെപ്പറേറ്റ് എടുത്തല്ലേ ഇട്ടത്. അപ്പോൾ അത് അതിൻ്റെ അകത്തെ ബാക്കിയുള്ള അന്ന് ചെയ്തതൊക്കെ ഇന്ന് കാണിക്കുന്നത്. രാവിലെ ചായയൊക്കെ റെഡിയാക്കി, അന്നേരം ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്നെല്ലാം ചെയ്തതിന് ശേഷം എനിക്കിന്ന് നെല്ലിക്ക അച്ചാറൊക്കെ ഇടണം. അപ്പോൾ അതനുസരിച്ചാണ് രാവിലത്തെ പരിപാടികളൊക്കെ പെട്ടെന്നൊന്ന് തുടങ്ങണമായിരുന്നു. അച്ചാർ ഇടേണ്ടതിൻ്റെ അന്ന് രാവിലെ എന്നത്തെയും ജോലികൾ തുടങ്ങുന്നതിനേക്കാൾ മുമ്പിട്ട് പെട്ടെന്ന് ജോലികളൊക്കെ, കാരണം വീട്ടിലെ ജോലിയും അച്ചാറും ഇടാകുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഉച്ചയ്ക്ക് കൊടുക്കാനുള്ളത് ഇപ്പം നമ്മൾ തന്നെ ഉളങ്ങിപ്പോട്ടെന്ന്. ഇപ്പം അപ്പച്ചനുണ്ട്, ഡാഡിയുണ്ട്, പിള്ളേർക്ക് അവരുടെ എല്ലാം കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പം ഞാൻ രാവിലെ ചായ ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ഞാൻ രാവിലെ തന്നെ നെല്ലിക്ക ആവി കയറ്റാൻ വെച്ച്. 4-5 കിലോ നെല്ലിക്ക ഉണ്ടെങ്കിൽ എനിക്ക് വലിയ പാത്രമില്ല, ആ ഇഡലി പാത്രത്തിൽ 2-3 പ്രാവശ്യമായിട്ട് എനിക്ക് ആവി കയറ്റിയെടുത്ത് അത് തണുത്തതിന് ശേഷം പിന്നെ അരിയണ്ടേ.
അപ്പോൾ ഇവിടെ ഒരാളിരുന്ന് ഇന്നലെ അച്ചാർ പാക്കിങ് ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ അച്ചാർ പാക്കിങ് സമയത്ത് നമ്മൾ തലയിൽ ഇങ്ങനെ ഇതിടുന്ന ഉടനെ അവനും ഒരെണ്ണമുണ്ട്. അപ്പോൾ അതിപ്പോൾ എടുത്ത് വെച്ചിട്ട് വണ്ടി കളിക്കുക, എന്തെങ്ങാണ്ടൊക്കെ പരിപാടിയാണ് അവിടെ ഇരുന്ന്. പഠിക്കാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് അവിടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഇതാ പരിപാടി. റിമോട്ട് കാറാണോ? പിന്നെ പൈലറ്റോ? പിന്നെ എന്താ നീ എന്തോ ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്നേ? അപ്പോൾ ഇത് ശനിയാഴ്ചയാണെന്ന് പറഞ്ഞില്ലേ, ഞാനപ്പം ഇതിൻ്റെ അകത്തെ ആ ചിക്കൻ മാത്രം അന്ന് കൊച്ചിൻ്റെ ബർത്ത്ഡേ ആ ദിവസം ഇട്ടിട്ടുണ്ടല്ലേ. അപ്പം ഞാൻ അന്ന് മത്തങ്ങയും പരിപ്പൂടെ ഇട്ടൊരു കറി വെക്കുന്നുണ്ട്. ചോറ് രാവിലത്തേതുണ്ടായിരുന്നു, അതങ്ങ് വെച്ച് വാർത്ത്. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, അത് എടുത്ത് വെളിയിലിട്ട്. ഈ റെസിപ്പി ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനങ്ങ് ഈ ദിവസം ഇത്രയും ജോലികൾ അന്ന് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഇത് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ അപ്പം പലരും ചോദിക്കുന്നുണ്ട്, ചേച്ചി സെപ്പറേറ്റ് എന്നോടൊരു മോള് ചോദിച്ചാൽ അപ്പത്തിൻ്റെ റെസിപ്പിയും മീൻകറിയുടെ റെസിപ്പിയും. അപ്പോൾ എനിക്ക് മനസ്സിലായി പുതിയ സബ്സ്ക്രൈബറാണ്. കാരണം എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ മീൻകറി കണ്ട് മടുത്തിരിക്കുക. അപ്പം എൻ്റെ മീൻകറി ചോദിച്ചോണ്ടേ അത് പുതിയ ആളാണെന്ന് മനസ്സിലായി. അപ്പോൾ പ്രൈസമോൻ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞുള്ള പരിപാടിയാണ് ഇത്. അപ്പം ഞാൻ വിട്ടിരുന്ന സവാള അരിയുക. അപ്പം ഇങ്ങനെ സവാള ഞാൻ അരിയുവാന്നേലും കരയുന്നത് ഇവിടുത്തെ പിള്ളേരാണ്. ഇവിടെ ഉള്ളി അരിയുക, കരയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഒരാൾ കണ്ണാടിയൊക്കെ അതിൻ്റെ അടുത്ത് വെച്ച് വിടാ കുട്ട ഇങ്ങോട്ട് നോക്കിയേ. തുണി ഒരാൾ വിരിക്കുക കേട്ടോ, തുണി വിരിച്ചത് കണ്ടോ? അത് വിരിച്ചാണോടാ നീ? അങ്ങനല്ല തുണി വിരിക്കുന്നത്, അത് ആദ്യം സ്ട്രെയിറ്റ് പിടി, ലെവല്. അങ്ങനല്ലടാ കൊച്ചേ, നീ കയ്യിലെടുത്ത് പിടിയടാ. ഇതർ നീച്ചെ താഴെ പിടി, താഴത്തെ ആ ലൈൻ പിടി. ആ എന്നിട്ടിട്. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് ഞാൻ അവിടെ തുണി മാറ്റി വെച്ചിരുന്നയാ. അനു ഇപ്പം തുടയ്ക്കാൻ വന്ന്, അവൾ വന്നിട്ട് പോയിട്ടിടാന്ന്. അപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വന്നയാ. സ്വിമ്മിംഗ് പൂളിൻ്റെ കണ്ണാടിയാണ് എടുത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെവിയിൽ ഇങ്ങനെ ഇരിക്കും ഫോണ്, ഇങ്ങനെ തല ചരിച്ച്. അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യം പറഞ്ഞു. ഒരു ദിവസം അവൾ തുടയ്ക്കാതെ പോയി, കാരണം കോൺസെൻട്രേഷൻ ഈ സംസാരത്തിലായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞ് നീ ആദ്യം ഇത് കണ്ടിന്യൂസ് 1-2 ദിവസം ആണെങ്കിൽ പോട്ടെന്ന് പറയാം. ഡെയിലി അവൾ ഇത് തന്നെ ചെയ്യുവാണെങ്കിൽ എന്തോ ചെയ്യും? കാരണം നമുക്കൊന്നും പറയാൻ, അവിടെ നമ്മുടെ മര്യാദ കൊണ്ട് നമ്മൾ അവളുടെ ഫോണൊന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് അവിടെ തൂക്കും ഇവിടെ തൂക്കെന്നോ പറയണമെങ്കിൽ അവളുടെ ഫോൺ നിർത്തട്ടെന്ന് പറഞ്ഞ് നമ്മളിരിക്കും. അങ്ങനെ അവസാനം ഞാനൊരു ദിവസം പറഞ്ഞു, നിനക്ക് സംസാരിക്കണമെങ്കിൽ നീ ഫോണിൽ സംസാരിച്ചിട്ട് നീ ജോലി ചെയ്താൽ മതി, ജോലി ചെയ്തുകൊണ്ട് നീ സംസാരിക്കേണ്ടെന്ന്. അങ്ങനെ കുറച്ച് നാൾ അവൾ ഫോൺ ചെയ്യത്തില്ല, വീണ്ടും ഇത് തന്നെ തടയുക എന്ന് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവളുടെ ഒരു ബാബി വിളിക്കുന്നത്. കാരണം അവൾ ചിലപ്പോൾ സ്പീക്കർ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റത്തില്ലേ. അപ്പം ഞാൻ അവൾക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് എന്തും വന്ന് പറയവേ ഞാൻ അങ്ങനെ ഒത്തിരി സീരിയസ് ആയിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അവൾ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അവൾ ഇവിടെ തന്നെ ഒരാൾ വീട്ടിൽ പോകുന്നിടത്ത് അവിടുത്തെ ആ മോള് ഭയങ്കര സ്ട്രിക്റ്റാണ്. ചെല്ലുന്ന ഉടനെ അവരുടെ വീട്ടിലൊരു ചെരുപ്പുണ്ട്, ആ ചെരുപ്പ് ഇട്ടോണം, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സ്ട്രിക്റ്റാണ്. നമ്മൾ പിന്നെ ജോലിക്ക് വരുന്ന രീതിയിലല്ല നമ്മൾ കാണുന്നത്. നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ഞാൻ അവളോട് ഇടപെടുന്നത്. പക്ഷേ അവൾ അതിൻ്റെ ചൂഷണം ചെയ്യുകയെന്ന് വെച്ചാൽ, കാരണം ഒരു ദിവസം വന്നേ 2 ദിവസം വന്നേ ഫോണിൽ സംസാരിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നീ സംസാരിച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, ജോലി ചെയ്തുകൊണ്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഡാഡിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ. ചിലപ്പം ഡാഡി കിടന്ന് ഉറങ്ങുമായിരിക്കും ചോറൊക്കെ ഉണ്ടിട്ട്. ഡാഡി 1 മണിയാകുമ്പോഴേ കഴിക്കത്തില്ലേ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇവൾ 2 മണിക്ക് വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവൾ ഭയങ്കര വായിലായിരിക്കും സംസാരിക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ പറയുകയും ചെയ്ത്, ആരുടെടുത്തോ അവൾ വഴക്ക് കൂടിക്കൊണ്ടാ വന്നത്. ഞാൻ പറഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ, നീ ഇങ്ങനെ വെക്കാതിരിക്കുന്നു. ഡാഡി അന്നേരം എന്നോട് പറയുകയും ചെയ്ത് അവളോട് പറയണം വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഫോണിൽ സംസാരിക്കരുതെന്ന്. അത് ഞാൻ എന്നിട്ട് അവളോട് പറഞ്ഞു. ഡാഡി പറഞ്ഞെന്ന് പറഞ്ഞില്ല, ഞാനാണ് പറഞ്ഞത്. എന്നിട്ടും അവൾ എന്നും ഇതാ പരിപാടി. ഇപ്പം 2 ദിവസം അങ്ങോട്ട് വീണ്ടും ഇല്ല. അന്ന് കണ്ടില്ലേ നിങ്ങൾ പ്രൈസമ്മോൻ തുണി വിരിക്കുന്നുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഇവിടെ കയറി വരുമ്പം തൊട്ട് പോകുന്നിടം വരെ ഇത് സംസാരമാണ്. ഇനി ഇത് എത്ര ദിവസം കാണുമെന്ന് അറിയത്തില്ല.
അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ റെഡിയായി. ഞാൻ അതൊക്കെ ഒന്ന് ഇപ്പം പരിപ്പൊക്കെ ഇത്തിരി ലേറ്റായിട്ടുണ്ട് നമുക്കായാലും മതി. ഉച്ചയ്ക്ക് ചിക്കൻ കറി ആയാൽ പിന്നെ അവർക്ക് ഉച്ചയ്ക്ക് അതും കൊണ്ട് കൊടുക്കാമല്ലേ. പിന്നെ വൈകുന്നേരം ഞാൻ പിന്നെ ഇതായതുകൊണ്ട് ബിരിയാണി അരി ഉണ്ടാക്കി ബിരിയാണി റൈസാണ് കൊടുത്തത്. അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം എനിക്ക് പിന്നെ സാവകാശം എൻ്റെ കാര്യം ചെയ്യാൻ. ഞാൻ നെല്ലിക്ക അരിയാൻ തുടങ്ങിയില്ല. ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം നെല്ലിക്ക ഇനിയും പോയി എനിക്ക് അരിഞ്ഞ് പിന്നെ വൈകുന്നേരമൊക്കെ ആവും പിന്നെ അച്ചാറൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കിന്. അപ്പം ഇതിൻ്റെ അകത്ത് ഇന്ന് ഞാൻ കടുക് വറക്കാൻ നേരം തേങ്ങ ചേർക്കാൻ ഇത്തിരി തേങ്ങ മാറ്റി വെച്ചാൽ അപ്പം ഞാനങ്ങ് മറന്നു പോകും. അപ്പോൾ ഈ തേങ്ങയൊക്കെ ചേർത്ത് പണ്ട് ഈ സാധാ കല്യാണത്തിനൊക്കെ പോകുമ്പം പരിപ്പിൻ്റെ അകത്ത് പരിപ്പ് കറി അതിൻ്റെ അകത്ത് നെയ്യൊക്കെ ഒഴിച്ച് തരത്തില്ല. ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് വറുത്ത് മുരിച്ച് ചേർക്കുമ്പം. നാട്ടിൽ അമ്മയാണെങ്കിൽ ഇതിനേക്കായി തേങ്ങയൊക്കെ ചേർക്കും. ഞാൻ കുറച്ചേ ചേർക്കാറുള്ളൂ. അപ്പം കുറച്ചാണേലും ആ തേങ്ങ ചേർക്കാത്തയായിട്ട് നല്ലൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ 2-3 ടേബിൾ സ്പൂൺ ഞാൻ തേങ്ങ ചേർത്ത്. പിന്നെ വെളിച്ചെണ്ണയിലൂടെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നല്ല മൂത്ത് വരുമ്പോൾ നല്ല അടിപൊളി മണമാണ്. ആ മണം മതി നമുക്ക് ചോറുണ്ണാൻ. ഈ എണ്ണയ്ക്കകത്ത് കറിവേപ്പിലയൊക്കെ ഇടുമ്പോഴത്തേക്കിന് ഗ്യാസിന് ചുറ്റും അങ്ങ് പൊട്ടിത്തെറിക്കും. ഇത് കൊച്ചു പാത്രമായതുകൊണ്ടേ. പരിപ്പ് കറിയും റെഡിയായി. ഇനി ഞാൻ അകത്ത് പോയി നെല്ലിക്ക അരിയാനായിട്ട് പോയി. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കുകയും കൂടെ ചെയ്യാമല്ലേ. അപ്പം ഞാൻ ഒന്ന് പോയി നെല്ലിക്കയൊക്കെ അരിഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ 5 കിലോ അത്രയും നെല്ലിക്കയൊക്കെ അരിഞ്ഞ് വന്നപ്പോഴത്തേന് കുറേ സമയമായി. ഇപ്പം രാത്രിയായി. ഞാൻ പിന്നെ അത് അരിഞ്ഞിട്ട് ഇച്ചിരി നേരം ഒന്ന് 1/2 മണിക്കൂർ എൻ്റെ നടുവ് ഒന്ന് നൂത്ത്. കണ്ടിന്യൂസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിപ്പോഴും ടെയിൽ ബോളിന് നല്ല വേദനയുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിലാണ് ഞാൻ അച്ചാറിട്ടത്. അപ്പോൾ നേരത്തെ ഞാൻ നല്ലെണ്ണയിലല്ലായിരുന്നു ഉണ്ടാക്കുന്നത്. പറയുന്നവർക്ക് മാത്രമേ നല്ലെണ്ണയിൽ ഉണ്ടാക്കത്തുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ റേറ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് റേറ്റ് ഇച്ചിരി കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവരും ഇപ്പം ഹെൽത്താണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ആണെങ്കിൽ ഞാൻ വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കിയിട്ട് ചിലർക്ക് നല്ലെണ്ണ പിടിക്കാത്തവരും ഉണ്ട്. അപ്പോൾ അവർ പറയും നല്ലെണ്ണ വേണ്ട അല്ലാത്ത മതി. ഇപ്പം നമ്മളിങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ കൂടുതൽ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കങ്ങനെ പറ്റത്തില്ല. ഒരാൾക്ക് 1/2 കിലോയ്ക്കും വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ. മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നെല്ലിക്ക കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നെല്ലിക്ക അച്ചാർ റെഡിയായി. ഇപ്പം ഒന്നും ഇത് മനസ്സിലാവത്തില്ല. അത് ഇച്ചിരി ഒന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് നല്ല ഒരു നെല്ലിക്കയൊക്കെ ചിലപ്പം ഇരുന്ന് കനിഞ്ഞ് കുറേയും കൂടെ എണ്ണ ഇങ്ങനെ വരാനും. ഞാനിത് സാധാരണയല്ല നമ്മൾ നെല്ലിക്ക അങ്ങ് അരിഞ്ഞ് അതുപോലെ ഇടുമല്ലായിരുന്നു. ഈ നെല്ലിക്കായെ ഞാൻ എണ്ണയ്ക്കകത്തിട്ട് നന്നായി കുറച്ച് നേരം വഴറ്റി. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വഴറ്റിയതിന് ശേഷമാണ് ഞാൻ പിന്നെ പൊടികൾ ചേർത്തത്. അപ്പോൾ രാത്രിയാണെങ്കിൽ നമ്മുടെ നെല്ലിക്ക കുറേയും കൂടെ അങ്ങ് സെറ്റായിട്ടുണ്ട്. നേരത്തെയൊക്കെ ഞാൻ ആരംഭത്തിൽ ഇങ്ങനെ നെല്ലിക്ക ഇങ്ങനെ ഇട്ട് എണ്ണയിലിട്ട് ഇങ്ങനെ വഴറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ എണ്ണയിലിട്ട് നന്നായി വഴറ്റി കഴിഞ്ഞതിന് ശേഷമേ പൊടികളൊക്കെ ചേർക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ പോയി കുളിച്ചു. എന്നിട്ട് ഇപ്പോൾ തണുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി രാവിലെ ഞാനത് ഡബ്ബകളിലാക്കത്തുള്ളൂ. അപ്പോൾ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കിയുണ്ടെങ്കിൽ നല്ല എല്ലാം കറക്റ്റാണ്. അച്ചാർ ആർക്കെങ്കിലും വേണം, ഇന്ത്യയിൽ എവിടെയും ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ വീഡിയോയുടെ താഴെ ഞാൻ നമ്പർ ഇടും, അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.